നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും നികുതി അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇതിൽ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നികുതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് നികുതി അല്ലെങ്കിൽ ടാക്സ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എന്താണ് ടാക്സ് എന്ന കാര്യം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണത്തെയാണ് നമ്മൾ നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് ടാക്സിന് നികുതിക്കുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണത്തെയാണ് നമ്മൾ നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് നികുതികളെ എത്ര ഇനമായിട്ട് തിരിക്കാൻ പറ്റും? നികുതികളെ പൊതുവെ 2 തരത്തിലാണ് തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, നികുതികളെ എത്ര ഇനങ്ങളായിട്ട് തിരിക്കുന്നു? നികുതിയെ എത്ര ഇനമായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്? നികുതിയെ നമ്മൾ പൊതുവെ 2 തരമായിട്ടാണ് നികുതിയെ നമ്മൾ തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന തരം നികുതി ഏതാണ്? എന്താണ്? നികുതി ഭാരം നികുതിദായകൻ, അതായത് നികുതി നൽകുന്ന ആൾ തന്നെ വഹിക്കുന്ന തരം നികുതിയാണ് പ്രത്യക്ഷ നികുതി. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ്? എന്താണ് പ്രത്യക്ഷ നികുതി? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന തരം നികുതിയെയാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂനികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? ഭൂനികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ് ഭൂനികുതി എന്ന് പറയുന്നത്. വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ അതുപോലെ കോർപ്പറേറ്റ് നികുതി എന്നിവ എന്തിനുദാഹരണമാണ്? എന്താണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ ഏത് നികുതിയാണ്? അതും ഡയറക്റ്റ് ടാക്സ് ആണ് അഥവാ പ്രത്യക്ഷ നികുതിയാണ്. അപ്പം ഭൂനികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ എന്താണ്? ഇതും പ്രത്യക്ഷ നികുതിയാണ്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇനി കോർപ്പറേറ്റ് നികുതി എന്താന്ന് നോക്കുകയാണെങ്കിൽ കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. അപ്പോൾ കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ലാഭത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് വ്യക്തികളുടെ വരുമാനത്തിനു മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഭൂനികുതിയുണ്ട്, ഭൂനികുതിയും അതുപോലെ വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും ഒക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ് അഥവാ പ്രത്യക്ഷ നികുതിയാണ്. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന നികുതിയാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി പൊതുവെ 2 തരത്തിലാണ്, അതിലൊന്ന് നമ്മളിപ്പോൾ പഠിച്ചു, പ്രത്യക്ഷ നികുതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മൾ നികുതികളെ എത്ര ഇനങ്ങളായിട്ടാണ് തിരിക്കുന്നത്? നികുതിയെ നമ്മൾ 2 തരത്തിലാണ് തിരിക്കുന്നത്. അതങ്ങ് പഠിച്ചു വെക്കുക. ടാക്സ് 2 തരത്തിലാണ്. അതിൽ ആദ്യത്തെ ടാക്സ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്ന തരം നികുതിയാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി. ഭൂനികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? ഭൂനികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ എന്തിനുദാഹരണമാണ്? അവയും പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാണ്? 1962 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ
ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത്. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഞാൻ ബാക്കി പോർഷൻസും കൂടി എടുത്തിട്ട് ഇതൊന്നുകൂടി പറഞ്ഞു തരാം. ആരും എന്താണ് ഈ ടാക്സ് എന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ എക്കണോമിക്സ് ആയാലും കുറേ കുട്ടികൾക്ക് പാടുള്ള ഒരു വിഷയമായിട്ടാണ് അവർ പറയാറ്. ഒന്നുകൊണ്ടും ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്കിതൊന്നും കൂടി ആവർത്തിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ ഇപ്പം തന്നെ മനസ്സിലാക്കി വെക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? ആദായ നികുതി പിരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? എന്താണ്? ആദായ നികുതി പിരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ആദായ നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിലാണ്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിലാണ് ആദായ നികുതി പിരിക്കുവാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്. കോർപ്പറേറ്റ് നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കോർപ്പറേറ്റ് നികുതി പിരിക്കാനുള്ള അവകാശവും കേന്ദ്ര സർക്കാരിനാണ്. അപ്പം നമ്മൾ പറഞ്ഞ ആദായ നികുതി ആയിക്കോട്ടെ കോർപ്പറേറ്റ് നികുതി ആയിക്കോട്ടെ ഇവ രണ്ടും പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? അടുത്തത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതിയെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പരോക്ഷ നികുതിയെയാണ് നോക്കാൻ പോകുന്നത്. പരോക്ഷ നികുതി. അപ്പോൾ എന്താണ് പരോക്ഷ നികുതി എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പരോക്ഷ നികുതി എന്ന് പറയുമ്പോൾ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. എന്താണ്? ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ വിൽപ്പന നികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? വിൽപ്പന നികുതി പരോക്ഷ നികുതിയാണ് അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ്? വിൽപ്പന നികുതി എന്ന് പറയുന്നത് അതൊരു പരോക്ഷ നികുതിയാണ്. എന്താണ്? വിൽപ്പന നികുതി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഒന്നും കൂടി പറയുകയാണ്. ആദായ നികുതി പിരിക്കുവാനുള്ള അവകാശവും കോർപ്പറേറ്റ് നികുതി പിരിക്കുവാനുള്ള അവകാശവും ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഉള്ളത്. വിൽപ്പന നികുതി ഏതിനം നികുതിക്ക് ഉദാഹരണമാണ്? വിൽപ്പന നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതി എന്ന് പറയുമ്പോൾ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്ന വർഷം. എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്ന വർഷം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്ന വർഷം 1963 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്നത്. CBDT നിലവിൽ വന്നത് 1963 1963 CBDT നിലവിൽ വന്നത്. അടുത്തത് ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ചോദ്യം? ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എവിടെയാണ്? ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. ആദായ നികുതി പിരിക്കുവാനുള്ള അവകാശം, കോർപ്പറേറ്റ് നികുതി പിരിക്കുവാനുള്ള അവകാശം ഇത് രണ്ടും കേന്ദ്ര സർക്കാരിലാണ്. വിൽപ്പന നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്നത് CBDT നിലവിൽ വന്നത് 1963 ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ IGST എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? എന്താണ്? IGST എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് IGST. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതാണ് IGST. എന്താണ് IGST? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് IGST. അടുത്ത ചോദ്യം, നമുക്ക് CGST എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് അടുത്ത ചോദ്യം. എന്താണ്? സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കു സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST എന്ന് പറയുന്നത്. എന്താണ് CGST? CGST എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST എന്ന് പറയുന്നത്. എന്താണ് CGST എന്ന് പറയുന്നത്?
സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കു സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST. IGST എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് IGSTയുടെ മുഴുവൻ രൂപം. CGST എന്താണ് എന്ന് ചോദിച്ചാൽ CGST എന്ന് പറയുന്നത് സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST. അപ്പോൾ SGST എന്താണ്? SGST എന്താണെന്ന് ചോദിച്ചാൽ ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ആണെന്ത്? SGST. അപ്പം CGSTയും ഉണ്ട്, SGSTയും ഉണ്ട്. CGST എന്ന് വെച്ചാൽ എന്താണ്? CGST എന്ന് വെച്ചാൽ സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST. ചരക്ക് സേവനങ്ങളുടെ മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ഉണ്ട്, അതാണ് SGST. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിൻ്റെ ബില്ലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൽ CGST എന്ന് എഴുതിയിട്ടുണ്ടാവും, SGST എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, CGST എന്ന് വെച്ചാൽ സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നതാണ് എന്ത്? കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST. SGST എന്ന് പറഞ്ഞാൽ ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ആണെന്ത്? SGST എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ്? അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും അത് പിരിക്കുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരാണ്. അന്തർ സംസ്ഥാനങ്ങൾ തമ്മിൽ അല്ലേ, അത് കേന്ദ്ര സർക്കാരാണ് GST ചുമത്തുന്നതും പിരിക്കുന്നതും ഒക്കെ. അടുത്തത് IGST എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. IGST എന്താണെന്ന്? IGST എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST അറിയപ്പെടുന്നതാണ് IGST. എന്താണ്? അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST അറിയപ്പെടുന്നതാണ് IGST എന്ന്. ലോകത്താദ്യമായിട്ട് GST നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്നറിയാമോ? ലോകത്താദ്യമായിട്ട് GST നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ്. ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ് ലോകത്താദ്യമായിട്ട് GST നടപ്പിലാക്കിയ രാജ്യം. എനിക്കറിയാം നിങ്ങൾക്ക് പൂർണ്ണമായും സംശയമുള്ള ഒരു ഭാഗമാണ് ഈ CGST എന്താണ്, GST എന്താണ്, IGST എന്താണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കൃത്യവും വ്യക്തവും ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഒരാവർത്തി കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് IGST എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണെന്നാണ്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് IGST. അത് ക്ലിയർ ആയല്ലോ. ഈ IGST എന്ന് പറഞ്ഞാൽ എന്താണ്? IGST എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST അറിയപ്പെടുന്ന പേരാണ് IGST. അത് ക്ലിയർ ആയല്ലോ. ഇനി അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതിനും പിരിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. അതും ക്ലിയർ ആയോ? IGST എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് IGST. അത് ക്ലിയർ ആയല്ലോ. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് GST. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST. അതൊന്ന് ചുമ്മാ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ IGST എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST ആണ് എന്ത്? IGST. അത് ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതിനും പിരിക്കുന്നതിനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത്. അതും മനസ്സിലാക്കുക. അത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. എന്താണ് CGST? എന്താണ് SGST? ക്ലിയർ ആക്കി ഇപ്പം തന്നെ മനസ്സിലാക്കി തരും, ഇപ്പം തന്നെ പഠിക്കുക. CGST എന്ന് പറയുന്നത് എന്താണ്? CGST എന്ന് പറയുന്നത് സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കു സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് നമ്മൾ CGST എന്ന് പറയുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST എന്താണ്? CGST ആണ്. ക്ലിയർ ആയോ?
ഈ CGST എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്, പൂർണ്ണമായിട്ട് പറയുന്ന രൂപം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് CGST. എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് CGST. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് SGST എന്താന്ന് നോക്കുകയാണെങ്കിൽ SGST എന്ന് പറയുന്നത് ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് SGST. SGST എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് നമ്മൾ SGST എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? CGST എന്താണ്, SGST എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി SGSTയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് എന്ത്? SGST. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് SGST. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു തരാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കുക, പ്രധാനമായിട്ടും നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട പണത്തെയാണ് നമ്മൾ ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് പറയുന്നത്. ഈ ടാക്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2 തരത്തിലാണ് ടാക്സ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതിയും, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതിയും. ഇതിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സോ പരോക്ഷ നികുതിയോ അത് ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ഭൂനികുതി, വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി മുതലായവ. ഇന്ത്യയിൽ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത് 1962 ഏപ്രിൽ 1 പിന്നീട് നമ്മൾ പറഞ്ഞത് ആദായ നികുതി ആയിക്കോട്ടെ കോർപ്പറേറ്റ് നികുതി ആയിക്കോട്ടെ ഇത് പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത്. പിന്നെ വിൽപ്പന നികുതി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിലവിൽ വന്നത് 1963 എന്ന് നമ്മൾ പറഞ്ഞു. IGSTയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. CGST എന്താണ്? CGST എന്താണെന്ന് നമ്മൾ പറഞ്ഞു. CGST എന്താണ്? സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് CGST. SGST എന്നാൽ ചരക്ക് സേവനങ്ങൾക്ക് മേൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST ആണ് SGST. അതും നമ്മൾ പറഞ്ഞു. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ഒക്കെ ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. IGST എന്നത് എന്താണ്? IGST എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന GST ആണ് നമ്മൾ IGST എന്ന് പറയുന്നത്. ഇവിടെ CGST എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ക്രയവിക്രയത്തിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്നത് GSTയും അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നതാണ് IGSTയും. അത് ക്ലിയർ ആയല്ലോ? ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്.